പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് വന്നിരിക്കുന്നത് പള്ളിക്കരയിലാണ്. കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് ജസ്റ്റ് ഒരു 6.5 കിലോമീറ്റർ മാത്രമേ ഇവിടുന്ന് ദൂരമുള്ളൂ. അങ്ങനെ നോക്കുമ്പോൾ നല്ലൊരു ഏരിയയിലാണ് നമ്മളിപ്പോൾ വന്നിട്ടുള്ളത്. ഒരു വില്ല തന്നെയാണ്, റോസ് വില്ല എന്നാണ് ഈ വില്ലയ്ക്ക് പേരിട്ടിട്ടുള്ളത്. അവിടെയായിട്ട് 5 സെൻറ്റ് ഭൂമിയിൽ 2350 സ്ക്വയർ ഫീറ്റിൻ്റെ 5 BHK ആണ് നമ്മളിന്ന് കാണാൻ വന്നുള്ളത്. ഇവിടെ നമുക്ക് കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് മാത്രമല്ല, എറണാകുളം ഭാഗത്തേക്കും തൃപ്പൂണിത്തുറ ഭാഗത്തേക്കും മൂവാറ്റുപുഴ ഭാഗത്തേക്കും പോകാൻ പറ്റുന്ന നല്ലൊരു ലൊക്കേഷനിലാണ് വന്നുള്ളത്. ഇനി നമുക്ക് വീടിൻ്റെ കാഴ്ചയിലേക്ക് പോകാം. ആദ്യം നമുക്ക് എലിവേഷൻ ഒന്ന് കാണാം. നല്ല വീതിയുള്ള റോഡ് വന്നിട്ടുണ്ട്, ടൈലും ആയിട്ടുണ്ട്. ഇനി നമുക്ക് കോമ്പൗണ്ടിനകത്തേക്ക് വരാം. 2 പില്ലർ, അതായത് ഗേറ്റ് ഹോൾഡ് ചെയ്യുന്ന 2 പില്ലറിൽ ടെക്സ്റ്റ് വർക്ക് കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. പിന്നെ നല്ലൊരു ലാമ്പും കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. സ്ലൈഡിംഗ് ഗേറ്റ് ഇവിടെ വന്നിട്ടുണ്ട്, അവിടെ ഫോൾഡിംഗ് ഗേറ്റും ആണ് വന്നുള്ളത്. സ്ക്വയർ ട്യൂബിലാണ് അതെല്ലാം ചെയ്തിട്ടുള്ളത്. നേരെ നമുക്ക് പോർച്ചിലേക്ക് വരാം. വലിപ്പമുള്ളൊരു വാഹനം ഈസി ആയിട്ട് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമ്മുടെ പോർച്ചിൽ തന്നെയുണ്ട്. അപ്പോൾ ഒരു വാഹനം നമുക്ക് ഇവിടെ ഇടാൻ പറ്റും. ഇവിടെയും ഒരു വലിയ വാഹനം പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. അങ്ങനെ 2 വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഇതിൻ്റെ പടിഞ്ഞാറ് ഭാഗത്താണ്. ഇനി നമുക്ക് വടക്ക് ഭാഗത്തേക്ക് പോകേണ്ടതുണ്ട്. നേരെ വീട് മൊത്തത്തിൽ ഒന്ന് ചുറ്റി കാണാൻ പോവാണ്. സെറ്റ് ബാക്ക് ഒക്കെ ചെയ്തിട്ടുണ്ട്. ടൈലാണ് ഫുള്ള് ആക്കിയിട്ടുള്ളത്. അപ്പോൾ നേരെ നമുക്ക് ബാക്ക് വശത്തേക്ക് വരാം. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് നോർത്ത് വെസ്റ്റ് കോർണർ, അതായത് വടക്ക് പടിഞ്ഞാറ് ഭാഗത്താണ് നിൽക്കുന്നത്. ഇവിടെയായിട്ട് ഒരു അലക്കല്ല് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നോർത്ത് ഈസ്റ്റ് കോർണറാണ് ഈ കാണുന്നത്. നല്ലൊരു കിണർ വന്നിട്ടുണ്ട്, വെട്ടുകൾ പ്രദേശമാണ്. ക്വാളിറ്റി ഉള്ള വെള്ളമായിരിക്കും. വെള്ളത്തിനകത്ത് കിടക്കുന്ന മോട്ടറുണ്ട്, നമുക്ക് കിച്ചണിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യാം. നല്ലൊരു വർക്ക് ഏരിയ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് സിങ്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു നല്ല രീതിയിൽ സ്ലാബ് ചെയ്തിട്ടാണ് ഗ്രാനൈറ്റ് വിരിച്ചിട്ടുള്ളത്. ഒരു സിങ്കും ഒരു ടാപ്പും വരുന്നുണ്ട്. ഇവിടെ ഒരു പവർ പോയിന്റ് വരുന്നുണ്ട്. വേണമെങ്കിൽ നമുക്കൊരു അടുപ്പ് നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാവുന്നതാണ്. കാരണം ഇത് ഈസ്റ്റ് സൈഡാണ്, നമുക്ക് കിഴക്കോട്ട് പാചകം ചെയ്യാവുന്നതാണ്. ഫുള്ള് കവർ ചെയ്ത് സെറ്റ് ചെയ്താൽ മാത്രം മതി. ഓൾറെഡി സ്ക്വയർ ട്യൂബിൽ ഷീറ്റ് ഇട്ട് കവർ ചെയ്തിട്ടുണ്ട്. ഈ ഭാഗം വരുന്നത് ഈസ്റ്റ് സൈഡാണ്. ഇപ്പോൾ നമ്മൾ ഈസ്റ്റ് സൈഡിൽ കൂടെ ഫ്രണ്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മൾ വീടൊന്ന് പ്രദക്ഷിണം ചെയ്ത് വരികയാണ്. അപ്പോൾ നമ്മൾ കറങ്ങി തിരിഞ്ഞ് വീണ്ടും ഫ്രണ്ടിലേക്ക് തന്നെ വന്നു. അങ്ങനെ 2 വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസും കണ്ടു. ഇപ്പം നമുക്ക് നേരെ വീടിനകത്തേക്ക് വരാം. സിറ്റ് ഔട്ട് കൊടുത്തിരിക്കുന്നത് ഗ്രാനൈറ്റിലാണ്. പടിഞ്ഞാറോട്ടാണ് സ്റ്റെപ്പ് വന്നിട്ടുള്ളത്. സ്റ്റെപ്പ് നേരെ പടിഞ്ഞാറോട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഡോറ് വന്നിരിക്കുന്നത് 2 പീസ് ഡോറാണ് വന്നുള്ളത്. നല്ല മരത്തിൽ തീർത്ത 2 പീസ് ഡോറ് വന്നിട്ടുണ്ട്. അകത്തേക്ക് കയറാം നമുക്ക്. നേരെ നമ്മളിപ്പോൾ ലിവിങ് സ്പേസിലേക്കാണ് വരുന്നത്. നല്ല വലിപ്പമുള്ള ഒരു ലിവിങ് സ്പേസ് ആണ്. 15 അടി നീളം 10 അടി വീതി ഉണ്ട് ലിവിങ് സ്പേസിന്. ഇവിടെയായിട്ട് നമുക്കൊരു കോർണർ സെറ്റ് ഇടാവുന്നതാണ്. ഒരു ടീപ്പോ വീടും ചെയ്യും. ഇത് സൗത്ത് സൈഡാണ്. അവിടെ 3 പാളി ജനൽ വന്നിട്ടുണ്ട്. ഇത് ഈസ്റ്റ് സൈഡാണ്. അവിടെയും ഓരോ പാളി വീതം ജനൽ വന്നിട്ടുണ്ട്. മേലെ ഭംഗിയായിട്ട് ഇന്റീരിയർ ചെയ്തിട്ടുണ്ട്. സീലിംഗ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്, പ്രൊഫൈൽ ലൈറ്റ് ആയി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ടി യൂണിറ്റിന്റെ ഭാഗത്തേക്ക് വരാം. നല്ലൊരു TV ഹോൾഡ് ചെയ്യാനുള്ള സ്പേസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. മൈക്കാണ് കൊടുത്തിട്ടുള്ളത്. അത് നല്ല രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. LED ലൈറ്റുകൾ വരുന്നുണ്ട്. താഴെ ധാരാളം സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ കണക്റ്റഡ് ആണ്. ഇങ്ങനെ ഡൈനിങ്ങിനെ ലിവിങ്ങിനെ സെപ്പറേഷൻ ചെയ്യുന്ന ഒരു ഭാഗമായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ലൊരു ഡിസൈനും കൊടുത്തിട്ടുണ്ട്. ഇതിനകത്തൊക്കെ നമുക്ക് ഇൻഡോർ പ്ലാന്റോ അല്ല ഫ്ലവറൊക്കെ വെച്ച് ഭംഗിയാക്കാവുന്നതാണ്. നേരെ ഡൈനിങ് സ്പേസിലേക്ക് വരാം. നല്ല വലിപ്പമുള്ളൊരു ഡൈനിങ് സ്പേസ് കിട്ടിയിട്ടുണ്ട്. ഭംഗിയായിട്ട് ഇന്റീരിയർ ചെയ്തിട്ടുണ്ട്. LED ലൈറ്റുകളും പ്രൊഫൈൽ ലൈറ്റും ഒക്കെ കൊടുത്തിട്ടുണ്ട്. സ്റ്റെയറിനടി പൂർണ്ണമായിട്ടും കവർ ചെയ്തിട്ട് അത് യൂസ് ചെയ്തിട്ടുണ്ട് ഭംഗിയായിട്ട്. ഇങ്ങനെ കോക്കറി ഷെൽഫുകളൊക്കെ ആക്കി സെറ്റ് ചെയ്തിട്ടുണ്ട്. താഴെയും സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ വാഷ് ഏരിയ വന്നിട്ടുണ്ട്. ഒരു കൗണ്ടർ വാഷ് ബേസിനാണ് വന്നുള്ളത്. സിറയുടെ ഫിറ്റിംഗ്സ് വന്നിട്ടുണ്ട്. വലിയൊരു മിറർ വന്നിട്ടുണ്ട്. LED ലൈറ്റുകൾ വരുന്നുണ്ട്. താഴെ സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഭാഗത്തേക്ക് വരാം. അതായത് ഇതൊരു കോട്ടിയാടോ അല്ലെങ്കിൽ പൂജാ റൂമായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. നല്ലൊരു ടെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഒരു സ്പോട്ട് LED ആയി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ നമുക്ക് അതിനെ ഡിസൈൻ ചെയ്യാൻ പറ്റും. പവർ പോയിന്റ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഇവിടെയായിട്ട് 3 ബോക്സുകൾ കൊടുത്തിട്ടുണ്ട്. LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഇതിലെല്ലാം നമുക്ക് പിക്ചറുകളോ അല്ലെങ്കിൽ ഇൻഡോർ പ്ലാന്റ്സുകളോ നമുക്ക് പ്ലേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നല്ലൊരു ഇന്റീരിയർ ഡിസൈൻ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി ഓപ്പൺ കിച്ചണിലേക്ക് വരാം. ഇങ്ങനെ നല്ലൊരു കൗണ്ടർ കിട്ടിയിട്ടുണ്ട്. നാനോ വൈറ്റ് ഗ്രാനൈറ്റ് ആണ് വിരിച്ചിട്ടുള്ളത്. 2 സൈഡിലായിട്ട് നമുക്ക് ചെയർ ഇടാവുന്നതാണ്. അപ്പോൾ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. LED ലൈറ്റുകളും നല്ല രീതിയിൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഡിസൈൻ വർക്കുകളും ഒക്കെ കൊടുത്ത് ഭംഗിയായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഫാൻസി ലൈറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. കിച്ചണിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. കിച്ചൻ്റെ സ്ഥാനം വരുന്നത് നോർത്ത് ഈസ്റ്റ് കോർണറിലാണ്, അതായത് വടക്ക് കിഴക്ക് ഭാഗത്തേക്ക് കിഴക്കോട്ട് കത്തിക്കാവുന്ന രീതിയിൽ ഫുഡും ഹോപ്പും നമുക്ക് അറേഞ്ച് ചെയ്യാം. പാചകം ചെയ്യുന്നത് കിഴക്കോട്ട് തിരിഞ്ഞ്
നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ നാനോ വൈറ്റ് ഗ്രാനൈറ്റ് ആണ്, സ്ട്രെയിറ്റ് ആയിട്ടാണ് കൊടുത്തുള്ളത്. താഴെ ധാരാളം സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. പിന്നെ ഇതിന്റെ കളർ പാറ്റേണും ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ പ്രൊഫൈൽ ഹാൻഡിലൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം നല്ലതായിട്ട് കബോർഡുകൾ കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള കിച്ചൺ തന്നെയാണ്. താഴെ കൊടുത്തിരിക്കുന്ന ടൈല് 4x2 മാറ്റ് ടൈലാണ്. നമുക്ക് ഇവിടെയും സ്റ്റോറേജ് സ്പേസ് കിട്ടിയിട്ടുണ്ട്. ഗ്രാനൈറ്റ് തന്നെയാണ് ഇവിടെയും വിരിച്ചിട്ടുള്ളത്. നാനോ വൈറ്റ് തന്നെയാണ്. പവർ പോയിന്റുകളൊക്കെ വരുന്നുണ്ട്. ധാരാളം പവർ പോയിന്റുകൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ മേലെയും കബോർഡുകൾ കൊടുത്തിട്ടുണ്ട്. കളർ പാറ്റേണും ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നല്ല വലിപ്പമുള്ള ഒരു കിച്ചൺ കിട്ടിയിട്ടുണ്ട്. പിന്നെ നല്ല വലിപ്പമുള്ള ഒരു യൂട്ടിലിറ്റി ഏരിയയും, അതായത് വർക്ക് ഏരിയയും നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. ഇനി നമുക്ക് നേരെ ബെഡ്റൂമിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ബെഡ്റൂമിലേക്ക് വന്നു. മാസ്റ്റർ ബെഡ്റൂമാണത്. ഏകദേശം ഒരു 14 അടി നീളം വരുന്നുണ്ട്, 11 അടി വീതിയും വരുന്നുണ്ട്. ഇതിന്റെ മേലെ ഭംഗിയായിട്ട് ഇന്റീരിയർ ചെയ്തിട്ടുണ്ട്. സീലിംഗ് ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. കബോർഡും ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഡ്രസ്സിംഗ് ടേബിൾ കൊടുത്തിട്ടുണ്ട്. മിറർ വരുന്നുണ്ട്. LED ലൈറ്റുകൾ വരുന്നുണ്ട്. കമ്പ്യൂട്ടർ ടേബിൾ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നല്ലൊരു വാർഡ്രോബ്സ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. നേരെ നമുക്ക് ബാത്റൂമിലേക്ക് ഒന്ന് വരാം. ബാത്റൂം ഫിറ്റിങ്സ് കംപ്ലീറ്റ് സെറേനയാണ്. അതായത് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് സിംഗിൾ പീസ് ക്ലോസറ്റിന് മുന്നിലാണ്. അവിടെയായിട്ട് ഡൈവേർട്ടർ വന്നിട്ടുണ്ട്. റെയിൻ ഷവർ വന്നിട്ടുണ്ട്. ഹീറ്റിന്റെ പോയിന്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു വാഷ് ബേസിനും മിററും ലൈറ്റും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ബാത്റൂം കിട്ടിയിട്ടുണ്ട്. മാറ്റ് ടൈലാണ് താഴെ കൊടുത്തിട്ടുള്ളത്. ഭിത്തി കൊടുത്തിരിക്കുന്നത് ഗ്ലോസിയാണ്. നല്ല ഫൈബർ ഡോറും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോകാം. താഴെ ഇതിന് 2 ബെഡ്റൂമാണ് വന്നുള്ളത്. ഫസ്റ്റ് ബെഡ്റൂം നമ്മൾ കണ്ടു. ഇതിപ്പോൾ നമ്മൾ രണ്ടാമത്തെ ബെഡ്റൂമിലാണ് വന്നുള്ളത്. ഇതും ഏകദേശം ഒരു 14 അടി നീളവും 10 അടി വീതിയാണ് വന്നുള്ളത്. നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ് താഴെ 2 കിട്ടിയിട്ടുള്ളത്. ഈ ഭാഗം വരുന്നത് പടിഞ്ഞാറ് ഭാഗവും ഈ ഭാഗം വരുന്നത് തെക്കുമാണ്. അപ്പോൾ തെക്ക് പടിഞ്ഞാറ് ഭാഗമാണത്, അതായത് സൗത്ത് വെസ്റ്റ് കോർണർ. ഇതിന്റെ മേലെ ഭംഗിയായിട്ട് ഇന്റീരിയർ ചെയ്തിട്ടുണ്ട്. LED ലൈറ്റും കൊടുത്തിട്ടുണ്ട്. നല്ല കബോർഡും നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഡ്രസ്സിംഗ് ടേബിൾ അടക്കമാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. നേരെ ബാത്റൂമിലേക്ക് വരാം. വാഷ് ബേസിൻ പെഡസ്റ്റൽ ടൈപ്പിലുള്ള വാഷ് ബേസിൻ കൊടുത്തിട്ടുണ്ട്. മിറർ വരുന്നുണ്ട്. LED ലൈറ്റ് വരുന്നുണ്ട്. ഇവിടെയായിട്ട് സിംഗിൾ പീസ് ക്ലോസറ്റ് ആണ് വന്നുള്ളത്. ഡൈവേർട്ടർ വന്നിട്ടുണ്ട്. റെയിൻ ഷവർ വന്നിട്ടുണ്ട്. ഹീറ്ററിന്റെ പോയിന്റ് കൊടുത്തിട്ടുണ്ട്. എക്സോസ്റ്റിനുള്ള പോയിന്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 2 പോയിന്റ് അടുപ്പിച്ചാണ് കൊടുത്തിട്ടുള്ളത്. മാത്രമല്ല ഇവിടെയായിട്ട് ടവൽ റാഡും മറ്റുമൊക്കെ കൊടുത്തിട്ടുണ്ട്. താഴെ ഒരു മാറ്റ് ടൈലാണെങ്കിൽ ഭിത്തി ഗ്ലോസി ആണെന്നുള്ളത്. അപ്പം നല്ല ബാത്റൂം നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അപ്സ്റ്റെയറിലേക്ക് പോകാം. ഇനി നമ്മൾ നേരെ സ്റ്റെയറിലേക്ക് പോവാണ്. സ്റ്റെയർ കൊടുത്തിരിക്കുന്നത് ഗ്രാനൈറ്റും ടൈലും മിക്സ് ആയിട്ടാണ് വന്നുള്ളത്. റൈറ്റ് സൈഡിലാണ് ഹാൻഡിൽ വരുന്നത്. അപ്പോൾ ക്ലോക്ക് വൈസ് നമുക്ക് കയറാൻ പറ്റും. ഇപ്പോൾ ഈ കാണുന്നത് ഒരു ജനലാണ്. ഈസ്റ്റ് സൈഡിൽ ഒരു ജനൽ കൊടുത്തിട്ടുണ്ട്. നേരെ മേലേക്ക് കയറാം. ട്വിസ്റ്റോ കാര്യങ്ങളൊന്നുമില്ല, ഈസി ആയിട്ട് കയറാം. അപ്പോൾ കിഴക്ക് വശത്ത് 2 ജനൽ കൊടുത്തിട്ടുണ്ട്. മേലെയും കൊടുത്തിട്ടുണ്ട്. 3 പാളി ജനൽ. നല്ലൊരു അപ്പർ ലിവിംഗ് സ്പേസ് ആണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്. മേലെ ഭംഗിയായിട്ട് ഇന്റീരിയർ ചെയ്തിട്ടുണ്ട്. LED ലൈറ്റ് വരുന്നുണ്ട്. പ്രൊഫൈൽ ലൈറ്റും കൊടുത്തിട്ടുണ്ട്. അത് നേരെ ഡൈനിങ്ങിലേക്ക് റിഫ്ലക്ട് ചെയ്യുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. താഴെ കൊടുത്തിരിക്കുന്ന അതേ 3 ബോക്സ് മേലെയും കൊടുത്തിട്ടുണ്ട്. LED ലൈറ്റുകളും കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ട് ഒരു പവർ പോയിന്റ് വരുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഒരു അയൺ ടേബിൾ ഇടാം. അപ്പോൾ ആ സ്പേസ് നമുക്ക് യൂസ് ചെയ്യാം. ഇനി നമുക്ക് നേരെ ബെഡ്റൂമിലേക്ക് വരാം. നമ്മളിപ്പോൾ ഫസ്റ്റ് ബെഡ്റൂമിലാണ് വന്നുള്ളത്. താഴെ 2 ബെഡ്റൂം കണ്ടു. മേലെ ഇനി 3 ബെഡ്റൂം കാണാനുണ്ട്. അതിൽ ഫസ്റ്റ് ബെഡ്റൂമിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇതിന്റെ നീളം വരുന്നത് 14 അടി നീളം 11 അടി വീതിയും വന്നിട്ടുണ്ട്. മാത്രമല്ല ഭംഗിയുള്ള ഒരു കബോർഡ് കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതിന് ഡ്രസ്സിംഗ് ടേബിൾ കൊടുത്തിട്ടുണ്ട്. LED ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ധാരാളം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ എൻ്റെ ഒരു കമ്പ്യൂട്ടർ ടേബിളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാത്റൂമിലേക്ക് ഒന്ന് വരാം. താഴത്തെ സെയിം ഫിറ്റിങ്സ് തന്നെയാണ് വന്നുള്ളത്. വാഷ് ബേസിൻ, സിംഗിൾ പീസ് ക്ലോസറ്റ്, ഡൈവേർട്ടർ, റെയിൻ ഷവർ, ഹീറ്റിന്റെ പോയിന്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. താഴെ മാറ്റ് ടൈല്, ഭിത്തി വന്നിരിക്കുന്നത് ഗ്ലോസിയാണ്. ഫൈബർ ഡോർ തന്നെയാണ്. താഴത്തെ അതേ സെയിം പാറ്റേണിലുള്ള ഡോർ തന്നെയാണ്. നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോവാം. താഴത്തെ സെയിം തന്നെയാണ്. 14 അടി നീളം 10 അടി വീതി ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. സൗത്ത് വെസ്റ്റ് കോർണറാണ്, അതായത് തെക്ക് പടിഞ്ഞാറ് മൂലയാണ്. പിന്നെ ഈ കാണുന്നതാണ് ഇതിന്റെ കബോർഡ്. താഴത്തെ അതേ പാറ്റേൺ തന്നെ ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാത്റൂമിലേക്ക് ഒന്ന് വരാം. സെയിം, ഒരു മാറ്റമില്ല. സെയിം ഫിറ്റിങ്സ് തന്നെയാണ്. അതായത് വാഷ് ബേസിൻ, മിറർ, ലൈറ്റ്, സിംഗിൾ പീസ് ക്ലോസറ്റ്, ഡൈവേർട്ടർ, റെയിൻ ഷവർ, ഹീറ്റിന്റെ പോയിന്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. താഴെ മാറ്റ് ടൈല് അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. മാത്രമല്ല എല്ലാ ഡോറുകളും നമുക്ക് ശ്രദ്ധിച്ചറിയാൻ പറ്റും. ജസ്റ്റ് അതിന്റെ തനത് നിറമാണ് കൊടുത്തിട്ടുള്ളത്. അതായത് ഒന്ന് പോളിഷ് ചെയ്ത് മാത്രമേ ഉള്ളൂ. എല്ലാം വുഡിന്റെ ഡോർ തന്നെയാണ്. ഇനി നമുക്ക് ഇതിന്റെ മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ ഇതിന്റെ മൂന്നാമത്തെ ബെഡ്റൂമിലാണ് വന്നത്. അങ്ങനെ ടോട്ടലി 5 ബെഡ്റൂമുകളാണ് നമുക്ക് ഈ വീടിന് കിട്ടിയിട്ടുള്ളത്. ഇത് ഈസ്റ്റ് സൈഡാണ്, ഇത് സൗത്ത് സൈഡാണ്. ഇവിടെ ആയിട്ട് ഒരു കമ്പ്യൂട്ടർ ടേബിൾ കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ ഒരു ഓഫീസ് റൂമും മറ്റുമൊക്കെ ആയിട്ട് നമുക്ക് യൂസ്ഫുൾ ആണ്. ഇതിന് ബാത്ത് അറ്റാച്ച്ഡും ആണ്. ഇതിന്റെ നീളം വരുന്നത് 10 അടി നീളം വന്നിട്ടുണ്ട്. 10 അടി വീതിയും വന്നിട്ടുണ്ട്. ഇനി ഇങ്ങനെയാണ് ബാത്റൂം വരുന്നത്.
ഇതിലും ഫിറ്റിംഗ്സ് ഒന്നും കുറച്ചിട്ടില്ല. സിംഗിൾ പീസ് ക്ലോസറ്റ്, ഡയവേറ്റർ, റെയിൻ ഷവർ, ഹീറ്റിന്റെ പോയിന്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ റെയിൻ ഷവറും വന്നിട്ടുണ്ട്. ഇവിടെ ആയിട്ട് പെഡസ്റ്റൽ ടൈപ്പിലുള്ള വാഷ് ബേസിനും മിററും ലൈറ്റും ഒക്കെ വന്നിട്ടുണ്ട്. ചെറിയ ബെഡ്റൂം ആണെങ്കിൽ കൂടി ബാത്റൂമും കോംപ്രമൈസ് ചെയ്തിട്ടില്ല. നല്ല ബാത്റൂം തന്നെ നമുക്ക് ഇവിടെയും കിട്ടിയിട്ടുണ്ട്. നമുക്ക് യൂട്ടിലിറ്റി ഏരിയയിലേക്ക് ഒന്ന് പോവാം. ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് ഇതിൻ്റെ യൂട്ടിലിറ്റി ഏരിയയിലാണ്. ഫുള്ളി കവേർഡ് ആയിട്ടുള്ള ഒരു യൂട്ടിലിറ്റി ഏരിയയാണ്. പക്ഷികളൊന്നും കിടക്കാത്ത രീതിയിൽ മെഷൊക്കെ വെച്ചിട്ട് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. മേലെ ഷീറ്റ് ഇട്ട് കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഓപ്പൺ ടെറസ് ഏരിയയിലേക്ക് കയറുന്ന ഭാഗമാണത്. ഇതിങ്ങനെ സ്ലൈഡ് ചെയ്യുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിന് സ്ക്വയർ ട്യൂബിൻ്റെ ഹാൻഡിലും അതുപോലെ തന്നെ സ്റ്റെയറൊക്കെ സ്ക്വയർ ട്യൂബിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ വാഷിംഗ് മെഷീൻ വെക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. പവർ പോയിന്റ്, വാട്ടർ ലൈൻ, വേസ്റ്റ് ലൈൻ. അപ്പോൾ നമുക്ക് വാഷിംഗ് മെഷീൻ ഇവിടെ വെക്കാവുന്നതാണ്. അലക്കി വിരിച്ചിട്ടാണ് ഇത് തന്നെ ധാരാളമാണ്. ഇനി വേണമെങ്കിൽ നമുക്ക് മേലെ കയറി വിരിക്കാവുന്നതാണ്. ഒരു വിശാലമായിട്ടുള്ള ഓപ്പൺ ടെറസ് ഏരിയയാണ് അവിടെയുള്ളത്. അത് നമ്മൾ റൂഫ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ സ്പേസ് നമുക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഇനി നമുക്ക് ഇതിൻ്റെ ബാൽക്കണിയിലേക്ക് വരാം. ഇത് ഈ വീടിൻ്റെ ഹൈലൈറ്റ്സ് ആണ് ഈ ബാൽക്കണി. നല്ല വിശാലമായിട്ടുള്ള സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാൽക്കണിയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഫ്രണ്ടിൽ സ്റ്റീലിൻ്റെ ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. ടഫ് ആൻഡ് ഗ്ലാസ് വരുന്നുണ്ട്. മേലെ ഇന്ത്യയിൽ ഡിസൈനായി കൊടുത്തിട്ടുണ്ട്. LED ലൈറ്റുകളൊക്കെ വരുന്നുണ്ട്. സ്പേഷ്യസ് ആയിട്ടുള്ള ബാൽക്കണിയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. അപ്പോൾ നല്ലൊരു വീടിൻ്റെ എല്ലാ കാഴ്ചയും കണ്ടു. ഇനി ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിലേക്ക് പോകാം. 5 സെന്റ് ഭൂമി, 2350 സ്ക്വയർ ഫീറ്റ്, 5 BHK ആണ്. കാക്കനാടിനോട് വളരെ അടുത്തായിട്ടത് നല്ലൊരു വില്ലയും കൂടിയാണ്. അപ്പോൾ ഇതിന് ചോദിക്കുന്ന വില 83 ലക്ഷം രൂപയാണ്. ചോദിക്കുന്ന വിലയാണ്, വില നെഗോഷ്യബിൾ ആണ്. അപ്പോൾ ഇതിന് എല്ലാ ബാങ്കിൽ നിന്നും 80% ലോൺ സൗകര്യവും അവൈലബിൾ ആണ്. വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക. ഇത് കാണാനും ഇത് എടുക്കുന്നതിനുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മൾ ചെയ്തു തരുന്നതാണ്. അപ്പോൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിന് പറ്റിയൊരു പ്രോപ്പർട്ടിയും കൂടിയാണ്. അതായത് അനുദിനം വികസിച്ചുകൊണ്ടിരിക്കുന്ന കാക്കനാടിനോട് ചേർന്ന് തന്നെയായിട്ട് നല്ലൊരു ഏരിയയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ പ്രവാസികളായിട്ടുള്ള നമ്മുടെ എല്ലാ സുഹൃത്തുക്കളോടും എടുത്തു പറയുന്നതാണ്. അപ്പോൾ മടിക്കാൻ തന്നെ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് വില പറഞ്ഞ് സംസാരിക്കാനായിട്ടുള്ളൊരു മടിയും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഒന്നും മടിക്കേണ്ട ആവശ്യമില്ല. അതിന് നിങ്ങളുടെ കൂടെ ഞാനുണ്ട്, ഞങ്ങളുണ്ട്, ഞങ്ങളുടെ ടീമുണ്ട്. അപ്പോൾ മടിക്കാതെ തന്നെ കോൺടാക്ട് ചെയ്യുക. നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരേണ്ടതുണ്ട്. അതിന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഞാൻ എടുത്തു പറയുകയാണ്, കമൻറ്റ് ചെയ്യുക. നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.